കഞ്ചാവുമായി റാപ്പർ വേടൻ അറസ്റ്റിലായ സാഹചര്യത്തിൽ അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഏറ്റവും പുതിയതായി ഇപ്പോൾ വരുന്ന വിവരം, മാലയിലുള്ളത് പുലിപ്പല്ല് തന്നെ എന്നത് വേടൻ പറഞ്ഞിട്ടുണ്ട് എന്ന വിശദാംശം അത് പുറത്തു വരികയാണ്. ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, ഇത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് വേടൻ പറയുന്നു. പോലീസിനോട് ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ അത് കുറ്റകരമാണ്, അറസ്റ്റ് ഉറപ്പാണ്, അത് പരിശോധിച്ച് തെളിഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അനുജ, തീർച്ചയായും. കാരണം വേടന്റെ മൊഴി പ്രകാരം ഇത് തായ്ലൻഡിൽ നിന്നാണ് ഈ പുലിനഖം കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് വേടൻ പോലീസിനോട് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുന്നത്. അതൊരു സുഹൃത്ത് വഴിയാണ് കൊണ്ടുവന്നത് എന്നും അയാൾ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒറിജിനലാണോ? കാരണം വിദേശത്തു നിന്ന് പോലും ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾ, അത് ഈ പുലിയുടെ പല്ല്, നഖം, ആനവാൽ എന്നിവയൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ ആണോ എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിന് നേരത്തെ തന്നെ പരിശോധിച്ച് വളരെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരാണ് കോടനാട് നിന്ന് ഇവിടെ എത്തിയത്. കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ആ പരിശോധനയിൽ അത് ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞാൽ നിലവിലെ കേസുകളുടെ അവസ്ഥ എല്ലാം മാറും. കാരണം നേരത്തെ ഉണ്ടായിരുന്നത് അത് ഒരു 5 ഗ്രാം കഞ്ചാവും ജാമ്യം കിട്ടാവുന്ന കുറ്റവുമാണെങ്കിൽ ഇതിപ്പോൾ ജാമ്യം ലഭിക്കാത്ത കുറ്റമായി മാറി. മജിസ്ട്രേറ്റിന് പോലും ആദ്യ തവണ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം നൽകാൻ സാധിക്കാത്ത ഒരു കുറ്റമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംരക്ഷിത പട്ടികയിൽപ്പെട്ട മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്തുതന്നെയാണെങ്കിലും അത് ഉപയോഗിക്കാൻ അനുവാദമില്ല. അങ്ങനെയുള്ള കേസിൽ അറസ്റ്റ് ഉണ്ടാകും, അത് റിമാൻഡിലേക്ക് പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകും. അത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ പോലും ഇന്ത്യയിൽ അത് ഉപയോഗിക്കാൻ അനുമതിയില്ല എന്നുള്ളതാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് കുറച്ചുകൂടി ഗൗരവമാകുന്നത്. നേരത്തെയുള്ള കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് തന്റെ കയ്യിലുണ്ടായിരുന്നത് പുലിനഖമാണ് എന്നും അത് തായ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നും വേടൻ തന്നെ പോലീസിന് മൊഴി നൽകുകയും പോലീസ് ആ വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഹിൽ പാലസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നത്.